45-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. 45-ാം സങ്കീർത്തനം. താങ്ക് യു ജി. അതിൻ്റെ 6-ാമത്തെ വാക്യം. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. എല്ലാവരും ഒന്ന് വായിക്കാമോ? ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. എന്നേക്കും ഉള്ളതാകുന്നു. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീതിയുള്ള ചെങ്കോല. നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാമോ? ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും. ശബ്ദം ഉയർത്തി വായിച്ച ദൈവമേ എന്നും നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഞാൻ വിചാരിച്ചു നല്ലൊരു സ്തോത്രം പറയുമെന്ന്. അവൻ നമ്മുടെ ആരാധിക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നു. അവന്റെ സിംഹാസനത്തിന് മാറ്റമില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ആ സിംഹാസനത്തിനകത്ത് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പല സിംഹാസനങ്ങൾ ഒരു കാലഘട്ടത്തേക്ക്, ഒരു സമയത്തേക്ക്, ഒരു പരിധിക്കപ്പുറം പോകാതിരിക്കുമ്പോൾ, മാറിക്കൊടുക്കേണ്ട വരുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം അവന്റെ മഹത്വം കുറഞ്ഞു പോയിട്ടില്ല, അവന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഇന്ന് ദൈവരാജ്യത്തിനകത്ത് ഇരിക്കുന്ന എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് നീ ആരാധിക്കുന്ന ദൈവം അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ഇന്ന് അവൻ പരിപൂർണനാണ്. വചനത്തിന് മാറ്റമില്ല, ആരാധനയ്ക്ക് മാറ്റമില്ല. ഇന്ന് രാത്രി ദൈവരാജ്യത്തിനകത്ത് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അവന്റെ രാജ്യത്ത് അത് നിലനിൽക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ അവന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. ആർക്കും അതിനെ മറിക്കാൻ കഴിയത്തില്ല. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ദൈവരാജ്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ യേശുവിന് ഒറ്റ പ്രസംഗമുള്ളായിരുന്നു. യേശുവിന് ഒറ്റ പ്രസംഗം. ഇതിനകത്ത് തന്നെ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചാൽ പാസ്റ്റർ മെസ്സേജ് ഇല്ലെന്ന് പറയും. പക്ഷേ ഞാൻ ദൈവികമായ വചനത്തിനകത്ത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷത്തിനകത്തും യേശുവിൻ്റെ പ്രഭാഷണം എല്ലാം നോക്കിയപ്പോൾ എല്ലാത്തിനകത്തും കർത്താവിന് കൂടുതൽ പറയാനുള്ളത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഇന്ന് ദൈവരാജ്യത്തിനകത്താണ് ഞാൻ ഇരിക്കുന്ന എന്ന് ബോധ്യമുള്ളവർ ആ കരങ്ങളെ ചേർത്തടിച്ച് സന്തോഷത്തോടെ സ്തുതിക്ക്. നീ ഇരിക്കുന്ന ദൈവരാജ്യം അത് ഇളകാത്ത രാജ്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് വില കൊടുത്ത രാജ്യമാണ്. നിന്നെ വീണ്ടെടുത്തത്, ഈ രാജ്യത്തിനകത്താക്കിയത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കുഞ്ഞ്. നിന്നെ വീണ്ടെടുത്തത് നിർദോഷമായ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അവൻ നിന്നെ വീണ്ടെടുത്തത് ഈ ദൈവരാജ്യത്തിനകത്ത് നിന്നെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്കറിയാം അസാധാരണമായ എന്തോ ഒന്ന് എന്നിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശക്തരായി മാറുകയാണ്. നിങ്ങളുടെ ആവലാതികൾ മാറുന്നു, നിങ്ങളുടെ ടെൻഷൻ മാറുന്നു, നിങ്ങളുടെ പ്രയാസം മാറുന്നു, നിങ്ങളുടെ ചിന്തകൾ മാറുന്നു, നിങ്ങളുടെ ചരിത്രം മാറുന്നു. ഇന്ന് രാത്രിയിലും ഈ ദൈവരാജ്യത്തെ കുറിച്ച് ഞാൻ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ചിലരുടെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതുകയാണ്. യേശുവിന്റെ പ്രസംഗം നോക്കിയാൽ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന നിലയിൽ ആയിരുന്നു ദൈവത്തിന്റെ പ്രസ്താവന ദൈവരാജ്യത്തെ കുറിച്ച്. യേശു കർത്താവ് ശുശ്രൂഷയ്ക്കകത്ത് പോകുമ്പോൾ ഇതാ വയലിൽ ചിലരിൽ നിന്ന് വിത്ത് വിതയ്ക്കുകയാണ്. ഉടനെ അവരെ നോക്കി വിളിച്ചു വരുന്നു, ദൈവരാജ്യ വയലിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെ ചിലത് നല്ല നിലത്ത് വീണു, ചിലത് മുള്ളിനരികിൽ വീണു, ചിലത് ഏറ്റവും നല്ല നിലത്ത് വീണപ്പോൾ അത് 30, 60, 100 മേനിയായി അത് പുറത്തു വന്നു. ഈ രാത്രിയിൽ ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ നിന്റെ നല്ല നിലത്ത് വീണാൽ പറവകൾ കൊട്ടാതെ, മുള്ളുകൾ ഞെരുക്കാതെ, സാഹചര്യങ്ങൾ ഞെരുക്കാതെ ഈ വചനത്തിൽ നീ ആശ്രയിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ വചനം പുറത്തു വരും. അപ്പൊ കടലിലേക്ക്
ആമെ വള്ളത്തിൽ പോയാൽ മീൻ പിടിച്ചാൽ യേശു പറയും ദൈവത്തിന്റെ വചനം പറയുന്നു കടലിൽ വലയെറിഞ്ഞ് പലവിധമായ മീൻ കുടുങ്ങിയാൽ യേശു അവരോട് പറയും ഇത് ദൈവരാജ്യത്തോട് സദൃശ്യമാണ്. ഒരു അമ്മച്ചി അതിനകത്ത് പുളിച്ച മാവ് പിണ്ടത്തോട് ചേർത്ത് വെച്ചാൽ ദൈവരാജ്യത്തോട് അത് സദൃശ്യമാണ്. എന്താണ് ദൈവരാജ്യം? ദൈവത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചനം വരെ ഈ സ്വർഗരാജ്യത്തെ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഈ പകൽ തിരിച്ചറിയുക, ഈ പദ്ധതികൾക്ക് നേരെ എത്ര പ്രവാചകന്മാർ എഴുന്നേറ്റു, അവരെ തകർത്ത് കളഞ്ഞില്ലേ, അവരെ അരമനകളിൽ കൂട്ടിയിട്ടില്ലേ, അവരെ ജീവിതത്തെ കൈപ്പാക്കില്ലേ, അവരെ അടിച്ചില്ലേ, അവരെ തകർത്ത് കളഞ്ഞില്ലേ. എന്തിനാണ്? പലർക്കും ഈ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഏദൻ തോട്ടത്തിലേക്ക് വന്നാൽ ദൈവം മനുഷ്യരോട് പറഞ്ഞത് വാഴുവാൻ വേണ്ടി എന്നെ നിങ്ങളെ ആക്കി വെക്കുക. പക്ഷെ അവിടെ വാഴ്ച നടന്നില്ല, വീഴ്ച നടന്നു. സ്തോത്രം പറഞ്ഞില്ല. അവിടെ വാഴ്ച നടന്നില്ല, വീണു. ഏതിനകത്ത് വീണു? പാപത്തിനകത്ത് വീണു. ഇതാ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ആരാധന കഴിച്ചു. ദൈവത്തിന് സന്തോഷമായി. ഒരുവൻ നല്ലതുകൊണ്ട്, ഏറ്റവും മേൽത്തരമായതുകൊണ്ട് ദൈവം അവനെ പ്രസാദിപ്പിച്ചപ്പോൾ അവിടെയും പിശാച് പറഞ്ഞു ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ വരാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഒരു കൊലപാതകത്തിനകത്തേക്ക് പിശാച് അവരെ കൊണ്ടുപോയി. ഇന്ന് എത്ര വലിയ പദ്ധതികൾ, എത്ര വലിയ ആലോചനകൾ അത് നടക്കത്തില്ലെന്ന് ശത്രു വാതി കെട്ടിയാലും ഈ പകലൊരു ദൂത് വിളിച്ചു പറയാ, ദൈവം കണ്ട സ്വപ്നങ്ങള് അവൻ നിവർത്തീകരിക്കുക തന്നെ ചെയ്യൂ. ഏതൊക്കെ സാഹചര്യങ്ങൾ, ഏതൊക്കെ എതിർപ്പുകൾ, ഏതൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ എത്ര വാത് കെട്ടിയാലും ഈ പകൽ അവൻ ആലോചിച്ച ചിലത് ഇവിടെ സ്ഥാപിക്കുക തന്നെ ചെയ്യും. ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. Daily life को easy बनाने के लिए I have ordered some interesting finds from Flipkart. I got this wall mounted സ്ഥാപിക്കുക തന്നെ ചെയ്യും. ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ ഒരുപാട് പ്രവാചകന്മാരെ, ഒരുപാട് വ്യക്തികളൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടും ദൈവരാജ്യത്തെ ഇവിടേക്ക് കൊണ്ടുവരാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. കാരണം അവരെല്ലാം മനുഷ്യരായിരുന്നു. എന്നാൽ ദൈവം ഒരു തീരുമാനമെടുത്തു, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാം. മലാക്കി പ്രവചന ശേഷം വചനം പറഞ്ഞു 400 വർഷം ഇരുളടഞ്ഞ സാഹചര്യം, ഒരു കാലഘട്ടമായാണ് മലാക്കിക്ക് ശേഷം യേശുവിൻ്റെ വരവരെ, സ്നാപകൻ്റെ യോഹന്നാൻ്റെ വരവരെ ഒക്കെ പറയുന്നത്. കാരണം പിന്നെ ദൈവശബ്ദം കേൾക്കുന്ന ആരാണ്? എലിസബത്താണ്, സക്കറിയാവാണ് ദൈവശബ്ദം ആദ്യമായി കേൾക്കുന്നത്. അതുവരെ 400 വർഷം പിശാച് വിചാരിച്ചു ദൈവം ഈ പദ്ധതി മറന്നു കളഞ്ഞു. കർത്താവ് നിന്നോടൊരു ദൂത് വിളിച്ചു പറഞ്ഞു, ദൈവം ചിലത് മറന്നതല്ല, നിന്റെ പേൽ വെളിപ്പെടുത്തുവാൻ ചില കാലങ്ങൾ കഴിഞ്ഞെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവരാജ്യത്തിനകത്തിരിക്കുന്നു. ദൂത് വിളിച്ചു പറഞ്ഞു, ദൈവം ചിലത് മറന്നതല്ല. സക്കറിയാവാണ് യേശുവിൻ്റെ വരവരെ, സ്നാപകൻ്റെ യോഹന്നാൻ്റെ വരവരെ ഒക്കെ പറയുന്നത്. കാരണം പിന്നെ ദൈവശബ്ദം കേൾക്കുന്ന ആരാണ്? എലിസബത്താണ്, സക്കറിയാവാണ് ദൈവശബ്ദം ആദ്യമായി കേൾക്കുന്നത്. അതുവരെ 400 വർഷം പിശാച് വിചാരിച്ചു ദൈവം ഈ പദ്ധതി മറന്നു കളഞ്ഞു. കർത്താവ് നിന്നോടൊരു ദൂത് വിളിച്ചു പറഞ്ഞു, ദൈവം ചിലത് മറന്നതല്ല, നിന്റെ പേൽ വെളിപ്പെടുത്തുവാൻ ചില കാലങ്ങൾ കഴിഞ്ഞെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാലങ്ങൾ അതിനകത്ത് മറുപടി ഇല്ലെങ്കിലും ചില മറുപടി കാലങ്ങൾക്കകത്ത് അതിനകത്ത് റിസൾട്ട് വെളിപ്പെട്ടില്ല. സമയമാകുമ്പോൾ ദൈവം ചിലത് വെളിപ്പെടുത്തും. ഈ പകൽ നീ ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ ദൈവരാജ്യത്തിനകത്തായിരിക്കുന്നത്. അതോടെ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് ഊവ് തന്നെയാണ്. താങ്ക് യു ജീസസ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത് സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അപ്പോൾ ഈ ഭൂമി ആറതായിരുന്നു. പിശാചിനെ വെട്ടിയിട്ടപ്പോൾ കർത്താവ് പിശാചിനെ കുറിച്ച് വന്നത്, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു. ചുമ്മാ പറഞ്ഞാണോ? അവൻ പ്രഭുവായിട്ട് ഇവിടെ വാഴുക. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്ത് നീ സ്വർഗത്തിൽ വാണോ, ഇവിടെ വാഴണ്ട. ദൂത് പിടിയിട്ടുന്നുണ്ടോ?
അതിനുവേണ്ടി പ്രവാചകന്മാരെ വാളുകൊണ്ട് കൊന്നു, തകർത്തു കളഞ്ഞു, പല വിഷയങ്ങൾക്കകത്ത് ഇല്ലാതാക്കി കളഞ്ഞു. മലാക്കി പ്രവചനം വരെ പലരും എഴുന്നേറ്റെങ്കിലും അവർക്കൊന്നും ദൈവരാജ്യത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്നാൽ വചനം വിളിച്ചു വരുന്നു. 400 വർഷത്തെ ഇരുട്ടിന് ശേഷം മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതെങ്ങനെയാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആ ദൈവ ശബ്ദത്തിനായി, ആ ദൈവിക വചനത്തിനായി ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മരുഭൂമിയിൽ ഒരു ശബ്ദം, കരങ്ങളെ ചേർത്തടിച്ച് ആ വചനം ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത്, ഏത് മരുഭൂമിക്കകത്ത് ദൈവത്തിന് ശബ്ദമുണ്ട്, ഏത് മരുഭൂമിക്കകത്ത് ദൈവത്തിന് അത്ഭുതമുണ്ട്. പിശാച് ഞെട്ടിപ്പോയി. കാരണം 400 വർഷം ഇല്ലാതിരുന്നത് ഇപ്പോൾ വചനം വിളിച്ചു വരുന്നു. ദൈവരാജ്യം എന്ത് ചെയ്തിരിക്കുന്നു? സമീപിച്ചിരിക്കുന്നെന്ന്. എടാ, വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വചനം പറയുമ്പോൾ ഇന്ന് ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് വരികയാണ്. ഇതുവരെ വരാതിരുന്ന ചിലത്, ഇതുവരെ കാണാതിരുന്ന ചിലത്, ഇതുവരെ അറിയാതിരുന്ന ചിലത്, പിശാചിന്റെ പദ്ധതികളെ പൊളിച്ച് ഈ പകൽ ദൈവരാജ്യത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ദൈവം സർവ്വലോകത്തിനും രാജാവാകുന്നു എന്ന് പറഞ്ഞേ. അവൻ സർവ്വലോകത്തിനും രാജാവാകുന്നു. അവൻ ഒരു പ്രദേശത്തിന്റെ രാജാവല്ല, ഒരു വ്യക്തികളുടെ രാജാവല്ല, ഒരു ഭാഷക്കാരുടെ രാജാവല്ല, വെള്ളക്കാരന്റെ കറുപ്പ് വർഗക്കാരന്റെ രാജാവല്ല. അവൻ സകല ജീവജാലങ്ങളുടെയും എന്നെയും നിന്റെയും രാജാവാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് നല്ലൊരു മഹത്വം കൊടുത്താണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം അവൻ രാജാതി രാജാവാണ്. ഒരു ഭാഷയിലോ ഒരു നൂറ്റാണ്ടിലോ ഒരു കാലഘട്ടത്തിലോ ഉള്ള രാജാവല്ല അവൻ. ആദ്യം മുതൽ ഇന്ന് വരെ രാജാവായി വാഴുന്നു. ഈ പകലും അവൻ രാജാവാണെങ്കിൽ നിന്നോട് അവൻ ചിലത് കൽപ്പിക്കുകയാണ്. നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഇന്ന് പകൽ ആ രാജാവ് ചിലത് കൽപ്പിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്താൻ കഴിയും? ശക്തിയുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാടെ. ഈ വചനം ധ്യാനിച്ചപ്പോൾ യേശു കർത്താവിന്റെ പരസ്യ സുവിശേഷം യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ ക്രൂശിക്കേണ്ടതിന് വിസ്തരിക്കേണ്ടതിന് വന്നു. വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. പീലാത്തോസ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ രാജാവ്. പീലാത്തോസ് ആരായിരുന്നു? ആ നാട്ടിലെ രാജാവായിരുന്നു. ആ നാട്ടിലെ രാജാവ് രാജാതി രാജാവോട് ചോദിക്കുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവ്? യേശു പറഞ്ഞു, ഞാനാകുന്നു. ഉടനെ പീലാത്തോസ് തിരിഞ്ഞു നോക്കി, നിന്റെ കൂടെ പടയാളികൾ എവിടെ? നാട്ടിലെ രാജാവായിരിക്കുന്ന എനിക്ക് ആരുണ്ട്? പടയാളികളുണ്ട്. പക്ഷേ യേശുവിന്റെ കൂടെ പടയാളികളില്ല. യേശുവിന് ഒരു മറുപടി പറയാനുണ്ട്. എൻ്റെ രാജ്യം ആയുധം കൊണ്ടുണ്ടാക്കുന്നതല്ല, എൻ്റെ രാജ്യം ബുദ്ധി കൊണ്ടുണ്ടാക്കുന്നതല്ല, എൻ്റെ രാജ്യം പണം കൊണ്ടുണ്ടാക്കുന്നതല്ല, എൻ്റെ രാജ്യം ശക്തി കൊണ്ട് അത് ഉണ്ടാക്കിയതല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇന്ന് രാത്രി നിന്നെ വിളിച്ചത് ഒരു ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന, ബലം കൊണ്ടുണ്ടാക്കുന്ന, ശക്തി കൊണ്ടുണ്ടാക്കുന്ന ഒരു രാജ്യത്തിൽ എന്നെയും നിന്നെയും വിളിച്ചത്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് അല്പനിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ശാബാലബ. എന്റെ രാജ്യം വസിക്കുന്നത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിലാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരിക്കലും मेरी स्किन यहाँ से यहाँ चली गई बस 60 दिनों में। तो अब देखते हैं कि कोलेजन असल में काम करता भी है या नहीं। मतलब ഉള്ളിലാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരിക്കലും ശിശുക്കൾക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രവേശിക്കാൻ. നമ്മൾ ജ്ഞാനത്തോടെ ശിശുവിനോട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലേ? ഇപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇന്ന് ഫുഡ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ KFC മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പോയപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന് അവിടെ ഇല്ല, നാളെ കിട്ടത്തുള്ളൂ. മതി പപ്പ നാളെ. കാരണം അത് വിശ്വസിച്ചു, സ്വത്രം പറഞ്ഞില്ല. ഇതാ നിക്കോദോമസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ
സ്വർഗരാജ്യത്തിൽ. എടാ, വെള്ളത്തിലും ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് വീട് കിട്ടിയാലും സൗഖ്യം കിട്ടിയാലും ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണം. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഈ ദൈവരാജ്യത്തെ പ്രതി അമ്മയോ അപ്പനെയോ ഭാര്യയോ മക്കളെയോ എന്തൊക്കെ വീടോ എന്തൊക്കെ ത്യജിച്ചാലും, അപ്പോൾ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് നിന്റെ വീടല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ ഭർത്താവല്ല. ദൈവരാജ്യത്തിന് അത്രയും പവറുണ്ട്, ദൈവരാജ്യത്തിന് അത്രയും പ്രസക്തിയുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഇന്ന് സകലത്തെ ത്യജിച്ച് സകല പാരമ്പര്യങ്ങൾ വിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ നീ അനുസരിച്ചാൽ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. പോരാ 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 പോരാ. ആ എഴുതപ്പെട്ട ദൈവജനം ഒരുമിച്ച്, ഈ വചനം സത്യമാണ്, ഈ വചനത്തിന് മാറ്റമില്ല. നീ വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ട് ജനിച്ചാൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. എത്ര ശക്തമായ വചനമാണ്. വചനം പറഞ്ഞു, അസൂയപ്പെട്ടാൽ ദൈവരാജ്യത്തിൽ പേടിക്കണം. പ്രസംഗിക്കുന്ന ഞാനും മുമ്പിലിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? പകയം കൊണ്ടിരുന്ന സ്വർഗരാജ്യത്തിൽ പോകത്തില്ല കുഞ്ഞെ. പിണക്കം കൊണ്ടിരുന്ന ദൈവരാജ്യത്തിൽ പോകത്തില്ല. മദ്യവെച്ചാൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. വെറുക്കൂത്തിനകത്ത് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ സ്വർഗരാജ്യത്തിൽ കാണത്തില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, ഇവിടെ ചില വിടുതലുകൾ കിട്ടും. എന്നാൽ ദൈവരാജ്യത്തിനകത്ത് നിനക്ക് പോകണമെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ നിന്നെ തന്നെ ശുദ്ധീകരിച്ച് നിന്നെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ച് ഈ ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ, ഈ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇച്ചിരി കയ്യടി കുറയും. പക്ഷെ അകത്ത് കത്തലുള്ളവൻ, അകത്ത് ബലമുള്ളവൻ ആത്മാവിൽ കയറി വരും. ഇന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചനം ഇവിടെ പറയുമ്പോൾ എന്താണ് യേശു കർത്താവ് യോഹന്നാനിലൂടെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിനകത്ത് മരുഭൂമിയിൽ ഒരു ശബ്ദം പറയുന്നു, ഇതാ ആമേ കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, ആമേ ഒരു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ ദൈവരാജ്യത്തിൽ കയറങ്ങി എന്ത് വേണം? മാനസാന്തരം വേണം. ഞാൻ പ്രാർത്ഥിച്ച് ഡെലിവറൻസ് ചർച്ചിലായിട്ട് 30 വർഷമായി. നല്ല കാര്യം. മാനസാന്തരമില്ലെങ്കിൽ കുഞ്ഞെ ഡെലിവറൻസിൽ പേര് കാണും. പിണങ്ങരുത്, പിണങ്ങരുത്. ഞാൻ നല്ലൊരു കയ്യടി വിചാരിച്ചു. 10 ആണെങ്കിലും ആ അസിസ്റ്റന്റ് മാസ്റ്റർമാരാണ്. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് പേര് കാണണമെങ്കിൽ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ഈ വചനം പഠിച്ചപ്പോൾ ഇച്ചിരി ഭയം എൻ്റെ അകത്തുണ്ടായി. നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ചില വർഷങ്ങൾ കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആകും. എക്സ്പീരിയൻസ് എല്ലാം മാറിയിട്ട് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ നിന്റെ ഹൃദയങ്ങളെ, നിന്റെ സ്വഭാവങ്ങളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞു. നമ്മളെ ഒന്ന് താഴ്ത്താൻ പറഞ്ഞ് ഇച്ചിരി പാടാ. ഇപ്പം ഒരാളെ താഴ്ത്തി പറഞ്ഞ് നമ്മളപ്പോൾ നമ്മുടെ അകത്തുള്ള ബിബിൻ എഴുന്നേക്കും. ഓൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അപ്പോൾ വെട്ട് നിന്നോട് മൊത്തം ദൂത് അങ്ങനെയാ. കുഞ്ഞെ, അത് പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ സ്വർഗീയ മഹിമ വെടിഞ്ഞ് അവൻ ഈ തോർത്തുടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകി കീഴ്പ്പെട്ടിരിക്കേണ്ടടുത്ത് കീഴ്പ്പെട്ടിരുന്നു. ഒരു സ്തോത്രം പറയാമോ? ദൈവമാക്കി വെച്ച അധികാരങ്ങൾക്ക് നീ കീഴ്പ്പെടണമെന്ന് വചനം പറഞ്ഞു. നീ കീഴ്പ്പെടണം. ഇല്ല, പിടികിട്ടുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവരാജ്യത്തിനകത്ത് ഇന്ന് നീ ഇതിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ദൈവം ചിലരെ കയറ്റുകയാണ്. ഇതിനകത്ത് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗീയമായ ദൈവികമായ സ്റ്റാൻഡേർഡ് ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. അപ്പോൾ ഈ പിശാച് ഇത് കേട്ടപ്പോൾ പിന്നെ അടങ്ങിയിരുന്നില്ല. നോക്കിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഇതാ ആ കുഞ്ഞാട് അല്ലെങ്കിൽ ലോകത്തിലേക്കുള്ള വെളിച്ചം എൻ്റെ അടുക്കൽ, ഞാൻ അവനെ സ്ഥാനപ്പെടുത്താൻ യോഗ്യനല്ല, ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ യോഗ്യനൊക്കെ പറഞ്ഞ് അവന് ആ ദൈവിക നിവർത്തീകരണം യേശുവിനെ സ്ഥാനപ്പെടുത്തി. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആ മരുഭൂമിക്കകത്ത് ഒരു പരീക്ഷകൻ അല്ലെങ്കിൽ സാത്താൻ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിക്കണം. കാരണം ഇവൻ മനുഷ്യപുത്രനാണോ ദൈവപുത്രനാണോ എന്ന് അറിയണം. മനുഷ്യപുത്രനാണോ ദൈവപുത്രൻ? അപ്പോൾ അവനോട് ആദ്യം ചോദിക്കുന്നത്, ഈ കല്ല് എന്തായി തീരണം? അപ്പമായി തീരണം. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന
മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ദൈവപുത്രന്മാർക്ക് വചനം കൊണ്ട് ജീവിക്കാൻ കഴിയും. ഇന്ന് പകൽ ഒരു ആഹാരത്തിന് മുമ്പിൽ ദൈവരാജ്യത്തെ നീ തള്ളിക്കളയരുത്. ഒരുപക്ഷെ പട്ടിണി കിടന്നാലും, ഒരുപക്ഷെ വീട് നഷ്ടപ്പെട്ടാലും, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിനകത്തൊന്ന് നിന്നെ ഇറക്കി വിട്ടാലോ, ഇന്ന് ഞാൻ ഇവിടെ പറയുന്നൊരു ദൂത് അത് മാറ്റമില്ലാത്തതാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠകരമായതൊന്ന് അവിടെ ഉണ്ട് കുഞ്ഞ്. അതുകൊണ്ട് നീ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്ക്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം കൊണ്ട് ജീവിക്കുന്നത് മനുഷ്യനാണ്, എന്നാൽ വചനം കൊണ്ട് ജീവിക്കുന്നത് ദൈവപുത്രനാണ്. ഈ പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അവന്റെ വചനം കൊണ്ട് ഞാൻ ജീവിക്കും, അവന്റെ വചനം കൊണ്ട് ഞാൻ ജീവിക്കും. ആ പരീക്ഷയ്ക്കകത്ത്, ആ പ്രതിസന്ധിക്കകത്ത് ഇന്ന് പകൽ വിളിച്ചു പറ, ഞാൻ യേശുവിന്റെ നാമത്തിൽ വചനം കൊണ്ട് ജീവിക്കും. രണ്ടാമത്തെ പറയുന്നു, എന്നെ വണങ്ങി നമസ്കരിച്ചാൽ ഈ ലോകത്തുള്ളതെല്ലാം അതല്ലെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ഇവന്റെ അതീതതയിൽ കടക്കുക, ഇവന്റെ അതീതതയിൽ കടക്കുക. അപ്പോൾ ദൈവത്തിന്റെ മറുപടി, ആമേ, ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആരാധിക്കുന്നു. ആരാധന നിനക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലും ആരാധിക്കാൻ വന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞുകൊണ്ട്, ഇന്ന് മറ്റൊർക്ക് ആരാധന കൊടുക്കരുത്, മറ്റൊരു വ്യക്തിക്കും ആരാധന കൊടുക്കരുത്, മറ്റൊന്നിനും നീ ആരാധന കൊടുക്കരുത്. ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നവർ അവൻ ശക്തിയോടെ വിളിച്ചു വരാ. ആ ഏക ആരാധന ദൈവം അവൻ നമ്മുടെ കർത്താവാണ്. സകലത്തിന്റെ ആരാധന നമ്മുടെ ദൈവം ആരാധന കൊടുക്കുന്നവരല്ല, ആരാധന സ്വീകരിക്കുന്നവരാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. അടുത്തത് പറയുന്നു, നീ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, പട്ടണത്തിന്റെ ആ മലമുകളിൽ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിടുന്നു, നീ ചാടുക, ദൂതന്മാർ നിന്നെ എന്ത് ചെയ്യും. വചനമൊക്കെ കറക്റ്റാ. നീ എല്ലാത്തിനും പ്രതികരിക്കാൻ പോകും, എല്ലാത്തിനും നീ ദൈവമക്കളാണെന്ന്, ദൈവരാജ്യത്തിന്റെ അവകാശിയാണെന്ന് നിർത്തിയിട്ട് പറയുന്നു, പട്ടണത്തിന്റെ ആ മലമുകളിൽ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിടുന്നു, നീ ചാടുക, ദൂതന്മാർ നിന്നെ എന്ത് ചെയ്യും. വചനമൊക്കെ കറക്റ്റാ. നീ എല്ലാത്തിനും പ്രതികരിക്കാൻ പോകും, എല്ലാത്തിനും നീ ദൈവമക്കളാണെന്ന്, ദൈവരാജ്യത്തിന്റെ അവകാശിയാണെന്ന്, എല്ലാത്തിനും കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകരുത്, തെളിയിക്കാൻ പോകരുത്. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വചനം പറഞ്ഞു. അതിനകത്ത് യേശു കർത്താവ് ചാടിയില്ല. അപ്പോൾ ഈ പിശാചിനൊരു കാര്യം പിടികിട്ടി, ഇവൻ മനുഷ്യനല്ല, ദൈവപുത്രനാണ്. Here's a look at my week on Facebook gaming. Monday morning, I play puzzle games. On Tuesday, ചാടിയില്ല. അപ്പോൾ ഈ പിശാചിനൊരു കാര്യം പിടികിട്ടി, ഇവൻ മനുഷ്യനല്ല. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വചനം പറഞ്ഞു. അതിനകത്ത് യേശു കർത്താവ് ചാടിയില്ല. അപ്പോൾ ഈ പിശാചിനൊരു കാര്യം പിടികിട്ടി, ഇവൻ മനുഷ്യനല്ല, ദൈവപുത്രനാണ്. ഇനിയാണ് ദൂതിലേക്ക് കയറുന്നത്. ഈ ദൈവരാജ്യത്തിനകത്ത് എനിക്കെന്താ വിടുതലുള്ളത്? ദൈവരാജ്യത്തിനകത്ത് വിടുതൽ വന്നാൽ യേശു ആത്മാവിൻ്റെ ശക്തിയുടെ ഗലീലയിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി വന്ന് ആമെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവിടെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ ഏത് പോരായ്മയുടെ നടുവിലും ദൈവരാജ്യം നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ ഏത് പോരായ്മയും മാറും, ഏത് കരച്ചിലും മാറും, ഏത് ദുഃഖവും സന്തോഷമായി തീരും. ഇന്ന് പകല് എത്ര പേർ കുറപ്പുണ്ട്, ഈ ദൈവരാജ്യം എന്റെ വീടിനകത്തുണ്ട്, അല്ല ഈ ദൈവരാജ്യം എന്റെ അകത്തുണ്ട്. അത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഒന്ന് മഹത്വം കൊടുത്തേ. അപ്പോൾ പിശാചിനൊരു കാര്യം കൂടിയിട്ട്, ഇനി എൻ്റെ രാജ്യത്തിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവരാജ്യം എന്തിരിക്കുന്നു, വന്നിരിക്കുന്നു. ദൈവരാജ്യം വന്നപ്പോൾ വചനം പറഞ്ഞു, കുരുട്ട് കണ്ണുകൾ തുറന്നു, മുടന്തന്മാർ എഴുന്നേറ്റു. വചനം പറഞ്ഞു, മരിച്ചവർ എഴുന്നേറ്റു. പിശാചിന്റെ ആധിപത്യത്തിനകത്തിരുന്ന ആ കാലഘട്ടത്തിനകത്ത് ദൈവരാജ്യത്തിന്റെ ശക്തിയുമായി ദൈവരാജ്യം അവിടെ ഇറങ്ങി വന്നപ്പോൾ ഇതാ ബദ്ധന്മാർ വിടുവിക്കപ്പെടാൻ തുടങ്ങി, രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങി, ഭൂതങ്ങൾ പുറത്താകാൻ തുടങ്ങി. ഇന്നൊരു പകലും ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാ, നിന്റെ അകത്ത് ദൈവരാജ്യമുണ്ടെങ്കിൽ ബദ്ധന്മാർ വിടുവിക്കപ്പെടും, ഭൂതങ്ങൾ പുറത്തു പോകും, രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കാരണം വചനം പറയുന്നു, ബലഹീനന്മാരെ സൗഖ്യമാക്കുന്ന ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? വചനം പറഞ്ഞു, സാത്താന്റെ
ഇഷ്ടങ്ങൾ അഴിയണമെങ്കിൽ യേശു വരുന്നിടത്തു മാത്രമേ സാത്താന്റെ എല്ലാ ഇഷ്ടങ്ങളും തകരത്തുള്ളൂ. ഈ പകൽ ഇന്ന് ഈ വചനത്ത് പറയുമ്പോൾ ഇന്ന് ചില സാത്താന്റെ ഇഷ്ടങ്ങൾ നിന്റെ ദേശത്ത്, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് സാത്താനിട്ട ചില ഇഷ്ടങ്ങൾ, നീ കയറി വരരുത്, നീ ഉയരരുത്, നീ അനുഗ്രഹിക്കപ്പെടരുത്, നീ വിടുതൽ പ്രാപിക്കരുത് എന്ന് പറഞ്ഞ ചില കെട്ടുകൾ ദൈവരാജ്യത്തിന്റെ ശക്തിക്കകത്ത് നീ ആണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ഇഷ്ടങ്ങൾക്ക് അവിടെ ഇരിക്കുവാൻ കഴിയത്തില്ല. ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എവിടെ ദൈവരാജ്യമുണ്ട് അവിടെ സഭയുണ്ട്. എവിടെ ദൈവരാജ്യമുണ്ടോ, എവിടെ സഭയുണ്ടോ അവിടെ ദൈവരാജ്യമുണ്ട്. ഇന്ന് ഞാൻ ദൈവരാജ്യത്തിനകത്താണ് ഇരിക്കുന്നെന്ന് ബോധ്യമുള്ളവർ, നീ ആത്മാവിൽ ആരാധിച്ചാൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇതുവരെ ഇല്ലാത്ത വിടുതൽ, നീ അനുഭവിച്ച മാരകമായ ചില രോഗത്തിനകത്തുനിന്ന്, ചില തകർച്ചക്കകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ സകല അതീതനങ്ങളെ പൊട്ടിച്ച്, സകല പൈശാചിക ആധിപത്യങ്ങളെ പൊട്ടിച്ച് ദൈവരാജ്യം അതിനകത്തുനിന്ന് വിടുവിച്ചെങ്കിൽ ഞാൻ ഒരു ദൂതോട് പറഞ്ഞു, ദൈവരാജ്യം വരുന്നിടത്ത് ഭൂതത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ വചനം പറയുമ്പോൾ ചില ഭൂതങ്ങൾ ചിലരെ വിട്ട് മാറുകയാണ്. ദൈവരാജ്യം വരുന്നിടത്ത് നിന്നെ കരയിപ്പിക്കാൻ, നിന്നെ ഭാരപ്പെടുത്താൻ, നിന്നെ അസ്വസ്ഥമാക്കാൻ വരുന്ന ചില ഭൂതശക്തികൾ ഈ പകൽ അഴിയാണ്. ഒന്ന് കരങ്ങൾ അടിച്ച് ആത്മശക്തിയോടെ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യം വരുന്നിടത്ത് ഭൂതത്തിന്റെ ശക്തികൾ തോൽക്കും. ചെകിടർ കേൾക്കും, ഊമൻ സംസാരിക്കും. കാരണം ചെകിടനകത്തിരിക്കുന്ന ആത്മാവിന് ദൈവരാജ്യത്തിനകത്ത് ഇരിക്കാൻ കഴിയത്തില്ല. ഈ ദൈവരാജ്യത്തിനകത്ത് സമാധാനമുണ്ട്. ദൈവരാജ്യത്തിനകത്ത് സമാധാനം. ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ 2 ലക്ഷം രൂപ കിട്ടുന്നതിനേക്കാൾ ഞാൻ പറയും സമാധാനം ഉണ്ടെങ്കിൽ അതാ ഏറ്റവും വലുത്. ഈ 2 ലക്ഷം കിട്ടിയിട്ട് സമാധാനം ഇല്ലെങ്കിൽ നിനക്ക് കരയാനല്ലാതെ ഉറങ്ങാൻ കഴിയാത്ത അനുഭവം അല്ലാതെ ഒന്നും ഉണ്ടാകരുത്. എന്നാൽ സമാധാനമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് എന്തുണ്ട്? സമാധാനമുണ്ട്. വചനം പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, മീൻ പിടിക്കുന്നവരെന്താക്കാം? മനുഷ്യരെ. ഞാൻ വളരെ ചിന്തിച്ചു, ഈ വചനം പറഞ്ഞോ, ഈ ദൂത് കൈമാറി ഉടനെ പടകും വലയൊക്കെ ഇട്ടിട്ട് ഇവരെന്ത് ചെയ്യുക? ഈ മനുഷ്യരെ പിടിച്ച് എന്ത് കിട്ടും? നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിനകത്ത് ഇറങ്ങിയിട്ട് വല്ല കാര്യവും? നീ ഇറങ്ങി നോക്ക. സേവിക്കേണ്ടവണ്ണം ദൈവത്തെ സേവിച്ചാൽ. ഈ 3.5 വർഷക്കാലം വല്ല പണിസ്ഥലത്ത് പോയെന്നല്ല പറഞ്ഞത്, ആരുടെ കൂടെ നടന്നു? യേശുവിൻ്റെ കൂടെ നടന്നു. മനുഷ്യരെ പിടിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോൾ ഈ പണവും ആധാരവും ഒക്കെ ആരുടെ കാൽക്കീഴെ വന്നു. ഇത് പത്രോസിൻ്റെ പേരിലാക്കിയില്ല കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം വീതിച്ചു കൊടുത്ത് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി. ഡെലിവറൻസ് ചർച്ചിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു. ഈ വചനം വിളിച്ചു പറയുമ്പോൾ ദൈവം ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ചിലരെ വേർതിരിക്കുന്നു. അത് സഹോദരന്മാരെ മാത്രമല്ല, ചില സഹോദരിമാരെയും ഞാൻ ആത്മാവിൽ വിളിച്ചു വരുന്നു. ഇന്ന് ദൈവത്തെ പ്രതി നീ എന്തെങ്കിലും ത്യജിച്ചോ? നീ ദൈവത്തെ പ്രതി നിന്റെ ജോലി വിട്ടോ? നീ ദൈവത്തെ പ്രതി ഇന്ന് കട പൂട്ടിയിട്ടോ? ഇന്ന് ദൈവത്തെ പ്രതി ജോലിയില്ല, ജോലിക്ക് പോകാതെ ദൈവത്തിന്റെ പാദം ഇരുന്നോ? നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന ഒരു സമയം മുന്നിലുണ്ട്. കരങ്ങൾ അടിഞ്ഞു കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്, ശക്തിയോടെ മഹത്വപ്പെടുത്തിയാണ്. ഇത് സാത്താന്റെ ജയത്തിന്റെ ദിവസങ്ങളല്ല, ഇന്ന് ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം. ഇന്ന് ചിലതിനെ പുറത്താക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ കെടുത്തുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കാനുള്ള ഒരു അധികാരം ഈ പകൽ കൈമാറുന്നു. ദൈവരാജ്യത്തിനകത്ത് കഷ്ടമില്ല, ദൈവരാജ്യത്തിനകത്ത് രോഗമില്ല, ദൈവരാജ്യത്തിനകത്ത് ശാപമില്ല. ദൈവരാജ്യത്തിനകത്ത് കയറിയ നീ ദൈവിക സംരക്ഷണത്തിന് കീഴിൽ. അത് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ. വചനമെന്ന് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ പുതുതായി എന്ത് ചെയ്യണം? ജനിക്കണം. ഒന്ന് പറയാം, പുതുതായി. എങ്ങനെയാണ് ജനിക്കുന്നത്? ആത്മാവിനാലും വെള്ളത്തിൽ സ്നാനപ്പെടണമെന്ന് ദൈവത്തിന് കൽപ്പനയാണ്. നീ അവിടെ ഇവിടെയും കൂടെ നിന്നാൽ ഇവിടെ ചെറിയ വിടുതലും കൊണ്ട് പോകും, പക്ഷെ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം.
വിശ്വാസത്തിൽ നിലനിൽക്കണം. എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ, അപ്പോൾ ചില കഷ്ടങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. ദൈവരാജ്യത്തിനകത്ത് കാര്യമ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിന്നയുടെ വാക്കുകളുണ്ട്, ചില ശോധനകളുണ്ട്. പക്ഷേ ആ കഷ്ടങ്ങളിലൂടെ കടക്കുമ്പോഴും നിന്റെ അകത്തൊരു ബോധ്യം വേണം, ഞാൻ ദൈവരാജ്യത്തിലേക്ക് ഞാൻ പ്രവേശനം സാധിപ്പിക്കുകയാണ്. ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു വരുന്നു, ദൈവരാജ്യത്തിലേക്കുള്ള വഴികൾ തുറക്കട്ടെ. കാരണം ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഇടുക്കത്തിൻ്റെ വാതിലാണ്. ഇത് ഇടുക്കത്തിൻ്റെ വാതിലാണ്. ഈ യോഹന്നാൻ വരെ ന്യായപ്രമാണ കാലഘട്ടമായിരുന്നു. യോഹന്നാന് ശേഷം പറയുന്നു വലിയ വിശാലമായ വഴി. പക്ഷേ ഈ വെളിച്ചം കണ്ടപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു തീ പിടിച്ചാൽ, ഇവിടെ ഒരു തീ പിടിക്കപ്പെട്ടെന്ന്, ഇവിടെ ഒരു ചെറിയ ഡോറ് തുറന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആദ്യം എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ എടുത്തെന്ന് പറയാം. സ്തോത്രം പറഞ്ഞില്ല. ആദ്യം രക്ഷപ്പെടാൻ അത് പറഞ്ഞ് ഞാൻ നിർത്തുക. ഓടി എങ്ങനെ രക്ഷ? ഇടുക്ക് വാതിലൂടെ ഇറങ്ങണം. ഇതിനകത്ത് വാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കത്തില്ല. എന്നാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ, ഏത് വക? പകയും അസൂയയും പിണക്കവും വിഗ്രഹാരാധനയും മദ്യപാനം വെറിക്കൂത്തിലും എല്ലാം പോകുന്നവർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് പുതുതായി ജനിച്ച ആ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും, ഇന്ന് പകലും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, ദൈവികമായ ഒരു വഴി നിൻ്റെ മുമ്പിൽ തുറക്കണമെങ്കിൽ, ആ ദൈവരാജ്യത്തിൻ്റെ ഡോർ നിൻ്റെ മുമ്പിൽ തുറക്കണമെങ്കിൽ വചനം പറഞ്ഞ് നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ആ നിക്കോദോമസ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചതുപോലെ ആ പുതിയ വീണ്ടും ജനനത്തിലേക്ക് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നീ ജനിച്ചത്. നിർദോഷമായ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ദൈവരാജ്യത്തിന് അവകാശിയാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും കഷ്ടങ്ങളോ ഈ ഭൂമിയിലെ പാരമ്പര്യങ്ങളെ പിടിച്ചുകൊണ്ടോ ഒരിക്കലും നിനക്ക് ദൈവരാജ്യത്തിൽ ഇന്ന് ഈ പകൽ ഒന്നുകൂടി നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുകളുണ്ടെങ്കിൽ ഒന്ന് ഏറ്റു പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അഴിഞ്ഞു പോകാത്ത നിത്യമായ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് വചനം പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ. സൺഡേ നമുക്ക് 7 മണിക്കും 10 മണിക്കും